അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. ഈ വർഷത്തെ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ ഏറ്റവും സുന്ദരമായ ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. ഈ വർഷത്തെ റമദാനിൽ കാരണം ഈ രാത്രിക്കുള്ള പ്രത്യേകതകൾ നാം മനസ്സിലാക്കുക. ഒന്ന്, വെള്ളിയാഴ്ച രാവാണ്. റമദാനിലെ വെള്ളിയാഴ്ച രാവിലെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാവും റമദാനിലാകുമ്പോൾ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന നരകത്തിൽ നിന്ന് ഇബ്ഖനെ ചോദിക്കുന്ന, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുന്ന ആ മോചനം ഓരോ സെക്കൻഡിലും അല്ലാഹു തആല കോടാനുകോടി നരകത്തിലേക്ക് പോകേണ്ട ആളുകളെ മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സെക്കൻഡുകളാണ് വെള്ളിയാഴ്ച രാവിലെ രാത്രി. റമദാൻ 1 തൊട്ട് തന്നെ അല്ലാഹു തആല നരകത്തിലേക്ക് പോകേണ്ട ആളുകളെ മോചിപ്പിച്ചു തുടങ്ങും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റമദാനിൽ മൊത്തം മോചിപ്പിക്കുന്ന അത്രയും ആളുകളെ വെള്ളിയാഴ്ച രാവിലും പകലിലുമായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മോചിപ്പിക്കും. ആ മോചനം നേടിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഒരു പ്രത്യേകത വെള്ളിയാഴ്ച രാവാണ്. രണ്ടാമത് പ്രത്യേകത, ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് ലൈലത്തുൽ ഖദർ അത് റമദാനിലെ 23-ന്റെ രാത്രിയാണ്. ഷാഫി ഇമാമിന് 2 അഭിപ്രായമാണ്. ഒന്ന് 21-ാം രാവ്, അത് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകും. 2 23-ാം രാവ്, അഥവാ ഇന്നത്തെ ഈ രാത്രി. ഇങ്ങനെ 2 അഭിപ്രായമാണ് നമ്മുടെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായമാണ് 23 എന്നത്, ഈ രാത്രി. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ വേണ്ടി സഹാബത്ത് പറയുകയും അതിലൂടെ തെളിവ് കണ്ടെത്തി ഷാഫി ഇമാം പ്രഖ്യാപിക്കുകയും ചെയ്ത 23-ന്റെ രാവാണ്, ലൈലത്തുൽ ഖദ്റിന്റെ രാവാണ്. അതും ഇന്നത്തെ ഒരു പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത, ബഹുമാനപ്പെട്ട ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ലതായിഫുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം ഇങ്ങനെ: ഇൻ വഖഅ ഫി ഔതാരിഹിൽ അശ്റിൽ അവാഖിർ, റമദാനിലെ അവസാനത്തെ 10, ആ 10-ലെ ഒറ്റട്ട രാത്രികളിൽ സംഭവിച്ചാൽ ലൈലത്തുൽ ജുമുഅ, ലൈലത്തുൽ ജുമുഅ വെള്ളിയാഴ്ച രാത്രി അഥവാ വെള്ളിയാഴ്ച രാവ് സംഭവിച്ചാൽ, എവിടെ? റമദാനിലെ അവസാനത്തെ 10-ലെ ഒറ്റട്ട രാവുകളിൽ വെള്ളിയാഴ്ച രാവ് സംഭവിക്കുകയാണെങ്കിൽ ആ രാത്രിയാണ് ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടത് മിൻ ഗൈരിഹി, മറ്റുള്ള അഭിപ്രായങ്ങളെക്കാൾ. മറ്റുള്ള അഭിപ്രായങ്ങൾ, ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ 41 അഭിപ്രായങ്ങൾ കാണാം. ഈ 41 അഭിപ്രായങ്ങളും മാറ്റിവെച്ച് ഏത് പിടിച്ചോ, അവസാനത്തെ 10-ലെ ഒറ്റട്ട രാവിലെ വെള്ളിയാഴ്ച രാവ് എന്ന് സംഭവിച്ചോ അത് തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഉറപ്പിച്ചോ എന്ന് ഇബ്നുൽ റജബ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ലതായിഫുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ഒരുപാട് പ്രത്യേകതകൾ ഇന്നത്തെ രാത്രിക്കുണ്ട് എന്നാണ് ചുരുക്കം. ഇതുപോലൊരു രാത്രി ഇനി നമുക്ക് ഈ റമദാനിലില്ല. കാരണം അടുത്ത വെള്ളിയാഴ്ച രാവ് റമദാൻ അല്ലാതാകാനാണ് സാധ്യത. ഇത് നമ്മുടെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവുമാണ്. അങ്ങനെയും അഭിപ്രായം പറഞ്ഞ ഇമാമികളുണ്ട്. റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് എന്നാണോ അത് ഒറ്റട്ട രാവിനോട് യോജിച്ചു വരികയാണെങ്കിൽ അത് തന്നെ എന്ന് പറഞ്ഞ ഇമാമികളുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ ഒരു രാത്രി എന്നത് നാം ചെറുതായി കാണേണ്ട അല്ലെങ്കിൽ നിസ്സാരമായി കാണേണ്ട ഒരു രാത്രിയല്ല. അടുത്ത റമദാനിൽ ഇങ്ങനെയുള്ള ഒരു രാത്രിയെ സ്വീകരിക്കാനുള്ള ആരോഗ്യം, ആയുസ്സും അല്ലാഹു തആല നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ട
പ്രത്യേകിച്ച് ഇവിടെ എല്ലാ ദിവസവും തറാവീഹ് നിസ്കരിച്ച ആളുകൾക്ക് അല്ലാഹു തആല നൽകട്ടെ. ആമീൻ. കാരണം അവിടുത്തെ ആളുകൾ ഈ തറാവീഹ് നിസ്കരിക്കാൻ വരുന്നത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന തൗഫീഖാണ്. ആ തൗഫീഖും അതോടൊപ്പം ആയുസ്സും ആരോഗ്യവും അല്ലാഹു തആല അടുത്ത വർഷത്തിലേക്കും നീട്ടിത്തരട്ടെ. ഒരുപാട് റമദാനുകൾ സ്വീകരിക്കുവാനുള്ള തൗഫീഖും അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ആമീൻ. ഇനി ഇന്നത്തെ തറാവീഹിന്റെ മഹത്വം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ബനല്ലാഹു ലഹു ബൈതൻ ബനല്ലാഹു ലഹു മദീനതൻ ഫിൽ ജന്ന. ഇന്ന് തറാവീഹ് നിസ്കരിച്ചവൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു നഗരം, ഒരു പട്ടണം തന്നെ അല്ലാഹു തആല അവന് വേണ്ടി തയ്യാറാക്കുമെന്ന്. ഇതിനു മുമ്പ് സ്വർഗത്തിലൊരു വീട്, സ്വർഗത്തിലൊരു മണിമാളിക, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ബനല്ലാഹു ലഹു ബൈതൻ എന്നാ പറഞ്ഞത്. ഇന്ന് ബൈതൻ എന്നല്ല, ബനല്ലാഹു ലഹു മദീന, ഒരു പട്ടണം തന്നെ അല്ലാഹു തആല നിർമ്മിച്ചു കൊടുക്കും ഫിൽ ജന്ന, സ്വർഗത്തിൽ. ഇന്ന് തറാവീഹ് നിസ്കരിച്ചവർ ഈ വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പ്രത്യേകിച്ച് ഈ രാത്രിയിൽ വാസികളുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകി ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലാഹു തആല നശിപ്പിച്ചു കളയട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.